ഹായ് ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികാമ്മ രഞ്ജുവിനെ നോക്കിയിട്ട് നിൻ്റെ അമ്മയാണ് എല്ലാത്തിനും കാരണം, ഗീതുവിൻ്റെ മനസ്സ് മാറ്റി ഗീതുവിനെ അങ്ങനെ കണ്ണനിലേക്ക് കൂടുതൽ അടുപ്പിച്ചതും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം നിൻ്റെ അമ്മയാണ് രഞ്ജുവിനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ആ നിമിഷം നമ്മുടെ പ്രിയ ചോദിക്കുകയാണ് നമ്മുടെ രേഖയെടുത്ത്, രേഖ ചേച്ചി ശരിക്കും അവർ തമ്മിൽ ഇഷ്ടത്തിലാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ് രേഖ, അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. ഗീതുവിന് ഗോവിന്ദൻ എന്ന് വെച്ചാൽ ജീവനാണ് മോളെ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ പ്രിയ പറയാണ്, അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ അവരെ തമ്മിൽ എങ്ങനെയാണ് ഒന്നിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയാം. അവർ തമ്മിൽ ഇനി ഒരിക്കലും പിരിയാത്ത വിധം ഒന്നിച്ച് ജീവിക്കാനുള്ളത് ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തോളാമെന്ന് നമ്മുടെ പ്രിയ മോള് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രിയ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ രാധികാമ്മ ഇതൊക്കെ കണ്ട് ഞെട്ടുന്നുണ്ട്. ഒരു ദേഷ്യത്തോടുള്ള നോട്ടും അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ആ സമയം രഞ്ജുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. വിജയലക്ഷ്മി അമ്മയാട്ടോ വിളിക്കുന്നത്. അങ്ങനെ ആ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് രഞ്ജു അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഈ വിജയലക്ഷ്മി അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവളെന്ത് ഈ പെണ്ണെന്ത് ഈ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോഴേക്കും രഞ്ജു കോൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് കോൾ എടുത്തിട്ട് ഹലോ അമ്മയെന്ന് പറയുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി അമ്മ പറയുകയാണ്, മോളെ ഞാൻ ചെമ്പകശ്ശേരിയിൽ എത്തിയെന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതെന്ന് പറയുകയാണ്. അപ്പോൾ രഞ്ജു പറയാണ്, അമ്മയെ ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു, ഇവിടെ ആകെ പ്രശ്നമായി അമ്മ വന്ന് പോയതിന് ശേഷം ഇവിടെ ആകെ പ്രശ്നമാണെന്നൊക്കെ പറയാണ്. അപ്പോൾ വിജയലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, അതിന് ഞാൻ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രഞ്ജു പറയാണ്, ഗീതുവിൻ്റെ നിർബന്ധപ്രകാരമാണ് അമ്മയെ ഇങ്ങോട്ട് ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാനായിട്ട് രാധികാമ്മ നിന്നത്. അത് അവരുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു കൊടുത്തു ഗോവിന്ദേട്ടനടുത്ത്. ഗീതുവാണ് അതിനെല്ലാം കാരണം, അങ്ങനെയൊക്കെ പറഞ്ഞു അമ്മയെന്ന് പറഞ്ഞിട്ട് രഞ്ജു വിജയലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട്. അപ്പോൾ വിജയലക്ഷ്മി അമ്മ ചോദിക്കുകയാണ്, അപ്പോൾ ഗോവിന്ദ് എന്തു പറഞ്ഞു, ഗോവിന്ദ് ഇതൊക്കെ വിശ്വസിച്ച മോളെ എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയം. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലമ്മേ, നടക്കാനുള്ളതൊക്കെ നടന്നു. അപ്പോൾ ആ സമയത്ത് നടന്ന സംഭവങ്ങളൊക്കെ ആരോട് പറയുകയാണ്, വിജയലക്ഷ്മി അമ്മയോട് രഞ്ജു പറഞ്ഞു കൊടുക്കണം. ആ സീനൊക്കെ കാണിക്കുന്നുണ്ട്. അവർ തമ്മിൽ 2 റൂമിൽ കഴിയാൻ പോവാണ്, ശത്രുക്കളെ പോലെ കഴിയാൻ പോവാണ് എന്നൊക്കെ ഗീതു പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളും എന്നിട്ട് അങ്ങനെ ദേഷ്യത്തോടെയാണ് ഗീതു ഇവിടുന്ന് പോയത് എന്നൊക്കെ ആ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയം വിജയലക്ഷ്മി അമ്മ പറയുകയാണ്, നീ വെക്ക് പറഞ്ഞിട്ട് ഞാനൊന്ന് ഗീതുവിനെ വിളിച്ചു നോക്കട്ടെ, നീ വെക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോണ് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് വിജയലക്ഷ്മി അമ്മ ഗീതുവിനെ കോൾ ചെയ്യാണ്. അപ്പോൾ ഗീതു ഫോൺ എടുക്കുന്നില്ല, ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ വിജയലക്ഷ്മി അമ്മ ഗോവിന്ദനെയാണ് വിളിച്ചു നോക്കുന്നത്. ഗോവിന്ദൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ വിജയലക്ഷ്മി അമ്മ ഇങ്ങനെ പറയുകയാണ്, ഇവർ തമ്മിൽ കാര്യമായിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇങ്ങനെ രണ്ടാളും സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിജയലക്ഷ്മി അമ്മ മൂകാംബിക അമ്മയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറയണം, അമ്മയും മൂകാംബികയെ അവർ തമ്മിൽ പിരിയിക്കല്ലേ, അവർ തമ്മിൽ ഒന്നിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഗോവിന്ദൻ്റെ സീനാണ് കാണിക്കുന്നത്. ഗോവിന്ദ് വാഷ്റൂമിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആ വാഷ്റൂം എന്നൊക്കെ വെച്ചിരിക്കുന്ന ആ ബോർഡൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവൾക്ക് എന്തൊരു വട്ടാണെന്ന്, എന്തായാലും ഇനിയിപ്പോൾ ഒന്ന് കാല് കഴുകിയേക്കാമെന്നും പറഞ്ഞ് വാഷ്റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു പോസ്റ്റർ വീണ്ടും കാണുന്നുണ്ട്. ടേബിളിനടുത്തുള്ള ഫ്ലവർ വേസിൽ നോക്കുക എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ ബോർഡ് കാണുന്നുണ്ട്. എന്നിട്ട് ഇവൾക്ക് എന്ത് വട്ടാണെന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഒന്ന് നോക്കിയേക്കാം എന്ന് പറഞ്ഞിട്ട് നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ 2 ഫ്ലവർ വേസ് കാണുന്നുണ്ട്. അതായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫ്ലവറിലൂടെ പോയി നോക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു ലെറ്റർ കിട്ടുകയാണ് ഗോവിന്ദന്. ആ ലെറ്ററിൽ ഇങ്ങനെയായിരുന്നു, ബെഡിനടിയിൽ നോക്കുക എന്ന്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്താ കാട്ടിലെ മുയലെങ്ങാനാണ് ഇങ്ങനെ ക്യാരറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വഴി പറഞ്ഞു കൊടുക്കണ പോലെ ഇങ്ങനെ ചെയ്യാനായിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒന്ന് നോക്കിയേക്കാമെന്ന് പറഞ്ഞിട്ട് കട്ടിലിൻ്റെ അടിയിലാണ് നോക്കുന്നത്. എന്നിട്ട് കട്ടിലിൻ്റെ അടിയിലല്ലേ, ബെഡിൻ്റെ അടിയിലാണ് നോക്കണമെന്ന് പറഞ്ഞിട്ട് ബെഡിൻ്റെ അടിയിൽ നോക്കുകയാണ്. അങ്ങനെ അവിടുന്ന് ഒരു ലെറ്റർ കിട്ടുന്നു. ആ ലെറ്ററിൽ ഇങ്ങനെ ഗീത എഴുതി വെച്ചിട്ടുണ്ട്, അടുത്ത ക്ലോ ഈ ലെറ്ററിനൊപ്പം കിട്ടുന്ന കീ കൊണ്ട് നമ്മുടെ അലമാര തുറക്കുക എന്നാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഈശ്വര ഇനിയിപ്പോൾ എൻ്റെ അടുത്തുള്ള ദേഷ്യത്തിന് ഇവൾ അലമാരിയിൽ ഇനി ബോംബെങ്ങാനും വെച്ചിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഇല്ലായിരിക്കും, എന്തായാലും ഒന്ന് നോക്കിയേക്കാമെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അലമാര തുറക്കാനായിട്ട് പോവാണ്. അങ്ങനെ അലമാര തുറക്കുമ്പോൾ ഗീതു എഴുതി വെച്ചിട്ടുള്ള ആ ലെറ്റർ കിട്ടുകയാണ്. അതുപോലെ തന്നെ ഗീതു ഇങ്ങനെ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഗീതു ആ പാട്ട് വെള്ളിച്ചില്ലം വിതറി എന്നുള്ള ആ പാട്ട്
കഴിഞ്ഞതിന് ശേഷം ഗോവിന്ദ് സംസാരിക്കുന്ന ആ ഒരു റെക്കോർഡാണ് വരുന്നത്. നിന്നെ ഞാൻ എങ്ങനെ വിളിക്കണം, അത് കേൾക്കുമ്പോൾ ഗീതു ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ എന്താണ് പറയുന്നത് അറിയാനായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് കാറ് നിർത്തുകയാണ്. അതിനുശേഷം ഗോവിന്ദിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഗോവിന്ദ് ആ ലെറ്റർ എടുക്കുന്നു. അത് തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അതിൽ ഗീതു, ഇത് ഫൈനൽ ക്ലൂ ആണ്, അകത്ത് കത്ത് വായിക്കുക എന്ന് പറയുന്നുണ്ട്, അകത്തുള്ള കത്ത് വായിക്കണമെന്ന്. അങ്ങനെ ഗോവിന്ദ് ആ ലെറ്റർ എടുത്ത് വായിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് അതിലുള്ള ലെറ്ററിൽ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ഏറെ പ്രിയപ്പെട്ട കള്ളക്കണ്ണ. അതിനുശേഷം ഗീതുവിനെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ആ വോയിസ് റെക്കോർഡിൽ ഗോവിന്ദ് ഇങ്ങനെ പറയുന്നതാണ് കാണിക്കുന്നത്. നിന്നെ ഞാൻ എങ്ങനെ വിളിക്കണം എന്നറിയണമെങ്കിൽ നീ എനിക്ക് ആരാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ആരാണ് നീ? ഒരിക്കലും ഒരു പെൺകുട്ടിയുമായും ഒരു റിലേഷനും ആഗ്രഹിക്കാത്ത ആളാണ് ഈ ഗോവിന്ദ് മാധവ്. നീ എനിക്ക് ആരാണ്? അപ്പോൾ ഗീതു ഇങ്ങനെ പറയുകയാണ്, ഇതിനുള്ള മറുപടി ഞാൻ നമ്മുടെ റൂമിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. കണ്ണേട്ടൻ അത് കാണണം എന്ന് പറയുകയാണ് ഈ സമയം ഗീതു. ശേഷം ഗോവിന്ദ് കത്ത് വായിക്കുകയാണ്. തികച്ചും യാദൃശ്ചികമായാണ് നമ്മൾ കണ്ടുമുട്ടിയത്. ഒരു മുതിർന്ന നല്ല മനുഷ്യനോട് അയാളുടെ നല്ല മനസ്സിൻ്റെ പ്രവൃത്തികളെയും നന്മ ഞാൻ തിരിച്ചറിഞ്ഞു. കണ്ണേട്ടനോട് സ്നേഹം തോന്നി ആ നിമിഷം. എന്നാൽ നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ ഞാനത് പറയാതെ ഒതുക്കി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്കിലും എൻ്റെ അച്ഛൻ കാരണം കുടുംബം തകർന്ന ആ മനുഷ്യൻ്റെ മകനോട് എനിക്ക് സിമ്പതി തോന്നിയിരുന്നു. ഒരിക്കലും അത് സിമ്പതി അല്ലായിരുന്നു എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് ദൈവം മുൻപേ തീരുമാനിച്ചിരിക്കും. വിധി ഏതൊക്കെയോ വഴിക്ക് കറക്കിവിട്ട 2 പമ്പരങ്ങളാണ് നമ്മൾ. ആ പമ്പരങ്ങൾ വീണ്ടും ഒരുമിച്ച 2 പമ്പരങ്ങളാണ് നമ്മൾ, അല്ലേ കണ്ണേട്ടാ? അങ്ങനെയാണ് പറയുന്നത്. അടുത്തത് ഗോവിന്ദൻ്റെ വോയിസാണ് കാണിക്കുന്നത്. പ്രിയയും വിനോദും തമ്മിലുള്ള വിവാഹം നടക്കുവാൻ വേണ്ടിയിട്ട് നിൻ്റെ അച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ നിന്നെ കഴുത്തിൽ താലി ചാർത്തിയത്. ഇങ്ങനെ പറയുമ്പോൾ ഗീതു താലി പിടിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ഒരു സീന് കാണിക്കുന്നുണ്ട്. ജീവിതത്തിൽ അതുവരെ തുറക്കാത്തൊരു ലോകം, പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും സുഹൃത്തുക്കളായി നമ്മൾ. നീയുമായുള്ള ആ ഒരു സൗഹൃദം ഒരു പുതിയ ലോകമായിരുന്നു എനിക്ക്. ഒരു മുതിർന്ന പെൺകുട്ടിയുടെ കൊച്ചു കൊച്ചു വാശികളും നിരാശയും ഒരു വഴക്കാളി പെണ്ണിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം എനിക്ക് പുതുക്കമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. എല്ലാം ഞാൻ ആസ്വദിച്ചു. അറക്കൽ ഗോവിന്ദ് മാധവ് ശരിക്കും ഒരു കൗമാരക്കാരനായി എന്നെ നീ ശരിക്കും അക്ഷരാർത്ഥത്തിൽ പുതുക്കി പണിതു എന്നാണ് അതിൽ പറയുന്നത്. അങ്ങനെ പിന്നെ പറയുന്നത്, കണ്ണേട്ടൻ എന്നെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു. ഒറ്റപ്പെട്ടു പോയ സമയത്ത് എൻ്റെ ജീവിതത്തിലും വന്നു. ആരുമല്ലാത്ത എന്നോട് കാണിച്ച കരുതൽ, ആ ഒരു സ്നേഹത്തേക്കാൾ ഭക്തിയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അതിനുശേഷം കണ്ണേട്ടൻ എൻ്റെ ഗുരുവും സുഹൃത്തും വഴികാട്ടിയും പയ്യെ അത് ആ ഒരു സ്നേഹത്തിന് ശേഷം എൻ്റെ ദൈവവുമായി എന്നാണ് ആ ലെറ്ററിൽ പറയുന്നത്. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കൂടുതൽ വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.